Hi friends, welcome back to our channel. ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു 1/2 കിലോ കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്. അപ്പൊ അതിന് വേറെയായിട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് അരിപ്പൊടി. ഞാനിപ്പോ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കണുണ്ട്. ഇത് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കണത്. അരിപ്പൊടി ചേർത്താലും മതി. പുട്ടുപൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് പുട്ടുപൊടി ചേർത്തത്. കുറച്ചൊക്കെ തരികളുള്ള പൊടി, അതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കയ്യിൽ വെച്ച് ഒരു ഷേപ്പ് വരുത്തി എടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്തു കേട്ടോ. അപ്പോൾ കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം എത്രത്തോളം വേണമെന്നുള്ള നമ്മുടെ അരിപ്പൊടിയുടെ ഓരോരുത്തരുടെയും ഒരു ബ്രാൻഡും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. പച്ചമുളകൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതൊന്നും ചേർക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് എല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെങ്ങനെ പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. സാധാരണ ചിലപ്പോൾ ചില സ്നാക്സൊക്കെ നമ്മൾ എണ്ണയിലിട്ടിടുമ്പോൾ പൊട്ടിയൊക്കെ പോകില്ലേ, ഇതങ്ങനെ പൊട്ടിപ്പോകത്തൊന്നുമില്ല. നല്ലതായിട്ട് തന്നെ ഇരുന്നോളും. അതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് ഒരു കോട്ടിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കാം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള കപ്പയൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് വെന്തത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഈ ഒരു കളർ അയച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് കപ്പ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ആരും പറയില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. സാധാരണ കുട്ടികൾക്ക് കപ്പയൊന്നും കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ എൻ്റെ കുട്ടികൾക്കൊന്നും അത്ര ഒട്ടും തന്നെ ഇഷ്ടമില്ല. അത്ര നല്ല ഒട്ടും തന്നെ ഇഷ്ടമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്നാക്ക്, ഇങ്ങനത്തെ ഈ ഒരു സ്നാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത്ര ടേസ്റ്റാണ് ഇത്. നമ്മൾ ഓർക്കും ഇത്ര കപ്പയും ഈ ഒരു ഉള്ളിയൊക്കെ അല്ലേ ചേർക്കണുള്ളൂ, അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കപ്പ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പുറത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ അരിപ്പൊടി ചേർത്തേക്കണോണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതെ, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.